അപ്പം നമുക്ക് ടെക്സ്റ്റിൽ ഈ എക്സാമ്പിൾ ഒന്ന് വരച്ച് നോക്കാം. ഇതാണ് നമ്മുടെ ഗ്രാഫ്. പേര് കൊടുക്കുകയാണ് U1, U2, U3, U4, U5, U6. ഇനി ഇതിൽ നമുക്ക് ഫേസസ് മാർക്ക് ചെയ്തിട്ട് ഇതിന് ഡ്യുവൽ വരയ്ക്കാം. ഇതൊരു ഫേസാണ്, ഇതൊരു ഫേസാണ്, ഇതൊരു ഫേസാണ്. പിന്നെ എക്സ്റ്റേണലായിട്ട് വരുന്ന ഫേസ് നമ്മളിവിടെ മാർക്ക് ചെയ്യാണ്. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇവിടെ. പേര് കൊടുക്കുകയാണെങ്കിൽ F1, F2, F3, F4, F5. ഇതിന് ഡ്യുവൽ വരയ്ക്കാം. ഡ്യുവൽ വരയ്ക്കുമ്പോൾ F4ഉം F2 തമ്മിൽ ഇവിടെ ഒരു കോമൺ എഡ്ജ് ഉണ്ട്. നമുക്കത് ജോയിൻ ചെയ്യിപ്പിക്കാം. പിന്നെ F3, F4ഉം ജോയിൻ ചെയ്യിപ്പിക്കാം. F1ഉം F2ഉം ഇവിടെ ഒരു കോമൺ എഡ്ജ് ഉണ്ട്. ഈ ഒരു എഡ്ജ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ യോജിപ്പിക്കാം. പിന്നെ അതേപോലെ F1ഉം F5ഉം യോജിപ്പിക്കാം. പിന്നെ നമുക്ക് F1ഉം F4ഉം യോജിപ്പിക്കാം. അതേപോലെ തന്നെ ഇങ്ങനെ വരയ്ക്കാം. F1 F4ലേക്ക് ഇങ്ങനെ യോജിപ്പിക്കാം. ഇങ്ങനെ വരയ്ക്കാം. പിന്നെ ഈ F4ഉം F5ഉം വരയ്ക്കാം. ഇതങ്ങനെ ഈ ഒരു എഡ്ജ് മാത്രം ക്രോസ് ചെയ്യേണ്ട രീതിയിൽ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കട്ട് എഡ്ജിൻ്റെ കാര്യം. ഇവിടെ U5, U6 ഈ ഒരു രണ്ട് വെർട്ടീസസിനെ കണക്ട് ചെയ്യണ ഈ എഡ്ജിനെ നമ്മൾ E1 എന്ന് പേര് കൊടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ E1 നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് റിമൂവ് ചെയ്താൽ ഈ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ഗ്രാഫായി പോകും. അപ്പോൾ E1 എന്താണ്? കട്ട് എഡ്ജാണ്. കട്ട് എഡ്ജ് ആണെങ്കിൽ ആ കട്ട് എഡ്ജ് വരുന്ന ഫേസാണ് F4. ആ F4ൽ നമുക്ക് കട്ട് എഡ്ജിന് വേണ്ടിയിട്ട് ഒരു ലൂപ്പ് വരയ്ക്കാൻ പറ്റും. ഒരു ലൂപ്പ് വരയ്ക്കാം. നമുക്ക് ആ ഫേസിൽ ഒരു ലൂപ്പ് വരയ്ക്കാം. അതാണ് നമ്മൾ നേരത്തെ കട്ട് എഡ്ജിൻ്റെ കാര്യം പറഞ്ഞത്. ഇത് നമുക്കിത് ജസ്റ്റ് ഒന്ന് താഴെ വരച്ച് നോക്കാം. നമ്മുടെ ഫേസസ് F1, F3, F4. F4ലാണ് ലൂപ്പ് ഉള്ളത്. ലൂപ്പ് വരയ്ക്കാം. പിന്നെ F2 ഉണ്ട്, F5 ഉണ്ട്. തമ്മിൽ എഡ്ജസ് വന്നിരിക്കുന്നത് ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ F2, F4ഉം വന്നിട്ടുണ്ട്. പിന്നെ ഈ F4ഉം F5ഉം നമുക്ക് ഇങ്ങനെ നേരെ വരയ്ക്കാം. F3, F4. പിന്നെ വന്നിരിക്കുന്നത് F1ഉം F5ഉം F1, F2. പിന്നെ F1ന്ന് F4ലേക്ക് വന്നിട്ടുണ്ടല്ലോ, രണ്ട് എഡ്ജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം നമുക്ക് ഇങ്ങനെയും ഒരെണ്ണം ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ പിന്നെ F1ഉം F2ഉം തമ്മിൽ ഒരെണ്ണം ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കത് ഇവിടെ ജോയിൻ ചെയ്യിപ്പിച്ചു. അത് ഈ എഡ്ജ് വഴിയാണ്, അല്ലാതെ തിരിച്ച് ഇങ്ങനെ നമുക്ക് ഈ എഡ്ജ് വഴിയും F2ലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ രണ്ട് എഡ്ജ് വരും. അപ്പോൾ നമുക്കത് ഇങ്ങനെയും പിന്നെ ഒരെണ്ണം ഇങ്ങനെ ഒരു പാരലൽ എഡ്ജായിട്ടും ഡിനോട്ട് ചെയ്യാം. ഇതാണ് ടെക്സ്റ്റിൽ വരച്ച ഗ്രാഫ്. അതെങ്ങനെയാണ് ഡ്യുവൽ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ കട്ട് എഡ്ജിൻ്റെ കാര്യം അതാണ്. ഇങ്ങനെ ആ ഒരു എഡ്ജ് കട്ട് എഡ്ജാണ്. ആ എഡ്ജ് റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയി പോകുമെങ്കിൽ അത് വരുന്ന ഫേസിൽ ഒരു ലൂപ്പാണ് നമ്മൾ വരയ്ക്കുക. അതാണ് കട്ട് എഡ്ജിൻ്റെ കാര്യം പറയുന്നത്. ഇത് നമ്മളിവിടെ പറഞ്ഞല്ലോ, E star crosses E once and only once and crosses no other edge. നമ്മളിതിൽ ഏത് എഡ്ജ് എടുത്താലും അത് ഒരേ ഒരു പ്രാവശ്യം മാത്രമേ അല്ല, ഏത് രണ്ട് ഫേസ് തമ്മിലും, ഇപ്പോൾ F4ഉം F2 ഈ രണ്ട് ഫേസ് ഇത് തമ്മിൽ നമ്മൾ ഒറ്റ എഡ്ജേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓൺലി വൺസ്. അത് ഒരേ എഡ്ജിനെ മാത്രമേ ക്രോസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ നോക്കൂ, ഈ എഡ്ജ്
ഈ എഡ്ജിനെ മാത്രമേ ഈ രണ്ട് ഫേസുകൾ തമ്മിലുള്ള ലൈൻ ജോയിൻ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം ഈ ഒരു എഡ്ജിനെ മാത്രമേ ക്രോസ് ചെയ്യുന്നുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഈ സ്റ്റാർ ക്രോസസ് ഈ വൺസ് ആൻഡ് ഓൺലി വൺസ് ആൻഡ് ക്രോസസ് നോ അതർ എഡ്ജസ്. ഈ എഡ്ജിനെ അല്ലാതെ വേറൊരു എഡ്ജിനെയും അത് ക്രോസ് ചെയ്യുന്നില്ല. ഇനി ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ജി എന്ന് പറയുന്ന ഗ്രാഫാണെങ്കിൽ അതിൻ്റെ ഡ്യുവലിനെ നമുക്ക് ജി സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജി എച്ച് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇനി ഇപ്പം നമ്മൾ വരച്ച ഈ രണ്ട് ഗ്രാഫും ഉണ്ടല്ലോ, ഈ രണ്ട് ഗ്രാഫും ഐസോമോർഫിക്കാണ്. ജി എന്ന് പറയുന്ന ഗ്രാഫും അതിൻ്റെ ഡ്യുവലും രണ്ടും ഐസോമോർഫിക്കാണ്. ഐസോമോർഫിക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 11 കറസ്പോണ്ടൻസ് 11 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അത് നോക്കി ഇത് രണ്ടും ഐസോമോർഫിക്കാണ്. അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, ദ ഡെഫിനേഷൻ ഓഫ് ദ ഡ്യുവൽ ഇംപ്ലൈസ് ദാറ്റ് എം ഓഫ് ജി സ്റ്റാർ ഈക്വൽ ടു എം ഓഫ് ജി. അതായത് ജി സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ ഡ്യുവൽ ഗ്രാഫിലെ നമ്പർ ഓഫ് എഡ്ജസും അതുപോലെ തന്നെ ജി എന്ന് പറയുന്ന ഗ്രാഫിലെ നമ്പർ ഓഫ് എഡ്ജസും സെയിം ആയിരിക്കും. അതാണ് ഒരു പോയിന്റ് പറയുന്നത്. നമ്മൾ ആദ്യം വരച്ച ഗ്രാഫാണ് ഇത്. നമ്മൾ നോക്കുമ്പോൾ എഡ്ജസ് ഇതാണ് നമ്മുടെ ഡ്യുവൽ ഗ്രാഫിലെ എഡ്ജസ് 1 2 3 4 5 എഡ്ജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജിയിലെ എഡ്ജസ് 1 2 3 4 5. അപ്പോൾ സെയിമാണ്, എഡ്ജസ് രണ്ടും സെയിമാണ്. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് ഈ ഡ്യുവൽ ഗ്രാഫിലെ നമ്പർ ഓഫ് വെർട്ടീസസ്, അതായത് 1 2 3 വെർട്ടീസസ് ഉണ്ട്. ആ വെർട്ടീസസ് ജി എന്ന് പറയുന്ന ഗ്രാഫിൽ എത്ര ഫേസസ് ഉണ്ടോ അതിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ 1 2 3 ഫേസ് ആണുള്ളത്. അപ്പോൾ അത് രണ്ടും സെയിം ആയി. പിന്നെ ഒരു പോയിൻറ്റും കൂടി ഉണ്ട്, ഡി ജി സ്റ്റാർ ഓഫ് എഫ് സ്റ്റാർ ഈക്വൽ ടു ഡി ജി ഓഫ് എഫ്. അതായത് ഇവിടെ ഡി ജി ഓഫ് എഫ് എന്ന് പറയുന്നത് ഡിനോട്ട്സ് ദ ഡിഗ്രി ഓഫ് ദ ഫേസ് എഫ് ഓഫ് ജി. ജി എന്ന് പറയുന്ന ഗ്രാഫിലെ ഫേസ് ഉണ്ടല്ലോ, ഫേസുകളുടെ ഡിഗ്രി ആയിരിക്കും ഡി ജി ഓഫ് എഫ് എന്ന് പറയുന്നത്. ഡിഗ്രി സെയിം ആയിരിക്കും രണ്ട് ഡ്യുവൽ ഗ്രാഫിലും. അതേപോലെ തന്നെ ഡ്യുവൽ ഗ്രാഫിലും ജി എന്ന് പറയുന്ന ഗ്രാഫിലും രണ്ട് ഗ്രാഫിലും എല്ലാ ഫേസുകളുടെയും ഡിഗ്രി സെയിം ആയിരിക്കും. അങ്ങനെ 3 പോയിൻ്റാണ് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ്, ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞിരിക്കുന്നത് മാത്രം. ആൻ എഡ്ജ് ഇ ഓഫ് എ പ്ലെയിൻ ഗ്രാഫ് ജി ഈസ് എ കട്ട് എഡ്ജ് ഓഫ് ജി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇ സ്റ്റാർ ഈസ് എ ലൂപ്പ് ഓഫ് ജി സ്റ്റാർ. നമ്മൾ പറഞ്ഞു ഒരു എഡ്ജ് ഈ കട്ട് എഡ്ജ് ആണെങ്കിൽ ഈ സ്റ്റാർ എന്തായിരിക്കും, ഒരു ലൂപ്പായിരിക്കും. ഇനി നേരെ തിരിച്ച് അതൊരു ലൂപ്പാണെങ്കിൽ ഈ ഒരു കട്ട് എഡ്ജ് ആയിരിക്കും. ആ ഒരു പോയിൻ്റാണ് അവിടെ പറയുന്നത്. അടുത്തത് ജി സ്റ്റാർ ഈസ് കണക്റ്റഡ് വെദർ ജി ഈസ് കണക്റ്റഡ് ഓർ നോട്ട്. ജി സ്റ്റാർ കണക്റ്റഡ് ആയിരിക്കും, ജി കണക്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ ഇതാണ് നമ്മുടെ ജി എന്ന് പറയുന്ന ഗ്രാഫ്. ഇത് കണക്റ്റഡ് ഗ്രാഫാണ്. ഇതും നമുക്ക് കിട്ടിയ ഡ്യുവലും കണക്റ്റഡ് ഗ്രാഫാണ്. ഇനി ടെക്സ്റ്റിൽ വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. 2 ഗ്രാഫ്, അത് രണ്ടും ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്, പക്ഷേ അത് ഐസോമോർഫിക്കാണ്. അതെങ്ങനെയാണെന്നാണ് ഇത് പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ഇതാണ് നമ്മുടെ ജി. ഇത് E1 E2 E3 E4 E5 E6. ഞാൻ ടെക്സ്റ്റുള്ള പേര് കൊടുത്തതാണ്. എഡ്ജസ്റ്റിന് പേര് കൊടുത്തു. ഇതാണ് നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഗ്രാഫ്. ഈ 2 ഗ്രാഫും ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. നമുക്ക് ഇതിന് ഡ്യുവൽ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഡ്യുവൽ വരയ്ക്കുമ്പോൾ ഫേസസ് ആദ്യം മാർക്ക് ചെയ്യാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ഫേസ്, ഇതിൻ്റെ ഉള്ളൊരു ഫേസ് ഉണ്ട്. പിന്നെ എക്സ്റ്റേണലായിട്ടൊരു ഫേസ് വരില്ല, നമ്മൾ മുകളിൽ മാർക്ക് ചെയ്തു. ടെക്സ്റ്റിൽ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ വരച്ചതാണ് അതിൻ്റെ ഡ്യുവൽ. ജസ്റ്റ് മാർക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ഇതിന്ന് ഇതിലേക്ക് ഇങ്ങനെ എഡ്ജ് വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. പിന്നെ ഇവർ തമ്മിൽ വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. പിന്നെ നമുക്ക് ഈ എഡ്ജ് ഇങ്ങനെ വരയ്ക്കാം.
ഇവർ തമ്മിൽ അതുപോലെ ഇങ്ങനെ വരയ്ക്കാം. അതാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഫേസസ് അടയാളപ്പെടുത്തി F1 സ്റ്റാർ, F2 സ്റ്റാർ, F3 സ്റ്റാർ. ടെക്സ്റ്റുള്ള ഗ്രാഫാണ്. എൻ്റെ ഡ്യുവൽ വരച്ചു, മാർക്ക് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും ജി എന്ന് പറയുന്നത് ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ ഡ്യുവൽ വരച്ചപ്പോൾ നമുക്ക് ഡ്യുവൽ കിട്ടിയത് കണക്റ്റഡ് ഡ്യുവലാണ് കിട്ടിയത്. അപ്പോൾ ജി കണക്റ്റഡ് ആയാലും ഇല്ലെങ്കിലും അതിൻ്റെ ഡ്യുവൽ കണക്റ്റഡ് ആയിരിക്കും. ആ ഒരു പോയിൻ്റാണ് അവിടെ പറയുന്നത്. The canonical embedding of the dual of G star is denoted by G double star. അതായത് നമ്മൾ ജി സ്റ്റാറിൻ്റെ, അതായത് നമ്മുടെ ഡ്യുവലിൻ്റെ ഡ്യുവൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ജി ഡബിൾ സ്റ്റാർ എന്നാണ്. ഇറ്റ് ഈസ് ഈസി ടു ചെക്ക് ദാറ്റ് ജി ഡബിൾ സ്റ്റാർ ഈസ് ഐസോമോർഫിക് ടു ജി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി ഈസ് കണക്റ്റഡ്. ജി എന്ന് പറയുന്ന ഗ്രാഫ് കണക്റ്റഡ് ആണെങ്കിൽ ജി ഡബിൾ സ്റ്റാർ ഐസോമോർഫിക് ടു ജി ആയിരിക്കും. ഗ്രാഫ് ഐസോമോർഫിസം ഡസ് നോട്ട് പ്രിസർവ് ഡ്യുവാലിറ്റി. ആ പോയിൻ്റാണ് നമ്മൾ പറഞ്ഞത്. ഐസോമോർഫിക് പ്ലെയിൻ ഗ്രാഫ്സ് മേ ഹാവ് നോൺ ഐസോമോർഫിക് ഡ്യുവൽസ്. ഐസോമോർഫിക് ഗ്രാഫ്സ് ആയിരിക്കാം നമ്മുടെ ജി, പക്ഷെ അതിൻ്റെ ഡ്യുവൽ കിട്ടുന്നത് നോൺ ഐസോമോർഫിക് ആവാം. ദ ഗ്രാഫ് ജി ആൻഡ് എച്ച് ആർ ഐസോമോർഫിക് പ്ലെയിൻ ഗ്രാഫ്സ്. ഇനി ടെക്സ്റ്റിൽ ഒരു ഗ്രാഫും കൂടി പറയുന്നുണ്ട്. ഇതാണ് ആ ഗ്രാഫ്. ഈ രണ്ട് ഗ്രാഫുകൾ ജിയും എച്ചും, ഈ രണ്ട് ഗ്രാഫും ഐസോമോർഫിക് ആണ്. പക്ഷെ നമ്മളിതിൻ്റെ ഡ്യുവൽ വരയ്ക്കുമ്പോൾ ഇപ്പോൾ ജിയുടെ ഡ്യുവലാണെങ്കിൽ ജി സ്റ്റാർ വരും, എച്ചിൻ്റെ എച്ച് സ്റ്റാറും വരും. ആ രണ്ട് ഡ്യുവൽ വരയ്ക്കുമ്പോൾ അത് രണ്ടും ഐസോമോർഫിക് ആയിരിക്കില്ല. അതാണ് പറയുന്നത് ആ പോയിൻറ്റ്. ഐസോമോർഫിക് ഗ്രാഫ്സ് ആണ് ജിയും എച്ചും. ജി സ്റ്റാറും എച്ച് സ്റ്റാറും നോൺ ഐസോമോർഫിക് ആയിരിക്കും. അതിന് കാരണം വരുന്നത് പറയുന്നുണ്ട്. ജി ഹാസ് എ ഫേസ് ഓഫ് ഡിഗ്രി 5. ജിയിലെ 5 വരുന്ന ഒരു ഫേസ് ഉണ്ടായിരിക്കും, പക്ഷേ എച്ചിൽ ഡിഗ്രി 5 വരുന്ന ഫേസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് രണ്ടും നോൺ ഐസോമോർഫിക് ആയിരിക്കും. ആ പോയിൻ്റാണ് ഈ ഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ഡ്യുവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ.